ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇൻസ്പയറിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഒക്ടോബസിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ബേബി പിങ്ക് കളറിലുള്ളൊരു ക്ലേയും പിന്നെ പർപ്പിൾ കളറിലുള്ള ക്ലേയുമാണ് എടുക്കുന്നത്. ഈ ക്ലേ സെറ്റിൻ്റെ കൂടെ നമുക്ക് 3 ടൂൾസും കിട്ടും. ഇതാണ് ആ 3 ടൂൾസ്. നൈഫും അതിനെ ഷേപ്പ് ചെയ്യാനുള്ള ടൂൾസാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബേബി പിങ്ക് കളറിലുള്ള ക്ലേ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് ക്യൂട്ടാവും എന്ന് തോന്നി, അത് കാരണം. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര സ്ലൈമി ആയിട്ടുള്ളതാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഒട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് കുഴക്കുകയാണ് ചെയ്യാറ്. കുഴച്ച് ക്ലേയിൻ്റെ ആ ഒരു ടെക്സ്ചർ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മളതിനെ 2ആയിട്ട് മുറിക്കുക. ഒരു പീസ് കാലുണ്ടാക്കാൻ മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത പീസ് എടുത്തിട്ട് നമ്മൾ നല്ല റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കാർഡ്ബോർഡ് യൂസ് ചെയ്ത് റൗണ്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അതിനെ കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയതിനു ശേഷം നമ്മൾ അതിനെ ആ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത ക്ലേ എടുക്കുകയാണ്. അതിന് മുമ്പ് എനിക്ക് ഈ ടെഡി ബിയർ ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ചെയ്തതാണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന ക്ലേ എടുത്തിട്ട് അതിനെ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ്. നമ്മൾ പണ്ട് അമ്മ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്തെ ആട്ട കുഴയ്ക്കുമ്പം അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞു പീസ് ആട്ടയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അതിനും ഇങ്ങനെ കുഴച്ച് ഓരോ ഷേപ്പൊക്കെ കൊടുത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എത്ര പേര് അത് ചെയ്തിട്ടുണ്ട്? കമൻറ്റ് ചെയ്യണേ. നമ്മൾ വിഷയത്തെയും തന്നെ മാറുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ആ ക്ലേ വെച്ച് ചെയ്ത പോലെ തന്നെ ഇതിനെയും നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. ഈ ക്ലേ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. അത് വെച്ച് കളിക്കാനാണ് എത്ര രസമാണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ഇതെല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുകൊണ്ട് ഓരോ മോഡൽസ് ഇങ്ങനെ ഉണ്ടാക്കാൻ അതിനെക്കാട്ടിലും എളുപ്പവുമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. കുഴച്ചതിന് ശേഷം അതിനെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ്. റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മളതിനെ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അതിനെ ഒരു റോള് പോലെ ആക്കുകയാണ് നീളത്തിൽ. എന്നിട്ട് അതിനെ നമ്മൾ മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാലാണ് ഉണ്ടാക്കുന്നത് ഒക്ടോബസിന് വേണ്ടിയിട്ടുള്ള. അതിന് നമ്മൾ ഈ നൈഫ് എടുക്കുക, അതിൻ്റെ അകത്തുള്ളൊരു ടൂൾ തന്നെയാണ്. എന്നിട്ട് അതിനിങ്ങനെ ഒരു ഷേപ്പ് ഇടുകയാണ്. ഞാനിവിടെ ടോട്ടൽ 8 കാലുകളാണ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കാരണം ആ 8 പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഈ ക്ലേ സെറ്റിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അത് കാരണം ഈ കത്തിക്കൊന്നും ഒട്ടും ഷാർപ്നെസ് ഇല്ല, മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ ടൂൾസും എല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് മുറിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ ടൂൾസ് ഇല്ലാത്ത കാരണം ഞാൻ ഈ കത്തിയും കൊണ്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ഇത് ഓരോന്നിനെയും മുറിച്ചെടുത്തതിന് ശേഷം നമ്മളതിനെ മാറ്റി വെക്കുക. കാരണം ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒട്ടിപ്പിടിച്ചു. ഈ പീസ് ഷേപ്പ് കൊടുത്തതിന് ശേഷമാണ് ഒട്ടിപ്പിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അത് കാരണം നമ്മൾ അതിനെ മാറ്റി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് ഓരോന്നിനെയും റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. ഇത് നമുക്ക് ഒക്ടോബസിൻ്റെ കാലായിട്ടാണ് വെക്കാനുള്ളത്. അത് കാരണം ഇത് എല്ലാത്തിനെയും കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞു ബോൾസ് എല്ലാം ആ വലിയ ബോളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പിങ്ക് കളറിലുള്ള ഒക്ടോബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പർപ്പിൾ കളറിലുള്ള ക്ലേ വെച്ചിട്ടുള്ള ഒക്ടോബസിനെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ആ പിങ്ക് കളർ ക്ലേ വെച്ച് ചെയ്ത് ഒക്ടോബസിന് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഭാഗം ഡിലീറ്റ് ആയിപ്പോയി. അത് കാരണം അതെനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പർപ്പിൾ കളറുള്ള ക്ലേ വെച്ചിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിന് 2 ആയിട്ട് മുറിച്ചിട്ട് ബോളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഭാഗം കാലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടുന്നുണ്ട്. എന്നിട്ട് അതിനും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയതിന് ശേഷം അതിനെ അതിലേക്ക് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പർപ്പിൾ കളർ ഒക്ടോബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് കണ്ണുണ്ടാക്കുകയാണ്. അതിന് നമ്മൾ ബ്ലാക്ക് കളർ ക്ലേ വെച്ചിട്ട് കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അകത്തുനിന്ന് ഒരു ടൂൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഒരു റൗണ്ട് ഷേപ്പാണ്. എന്നിട്ട് അത് വെച്ചൊന്ന് കുഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്ലാക്ക് കളർ ബോൾസ് എടുത്തിട്ട് ആ കണ്ണിന് കുഴിച്ച ഭാഗത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് സെറ്റായിട്ടിരുന്നോളും. അതിന് ശേഷം നമ്മൾ ആ കണ്ണിൻ്റെ അകത്തേക്ക് 2 വെള്ള കളർ കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒക്ടോബസിന് മീശയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പിങ്ക് കളർ ഒക്ടോബസിന് 2 സൈഡിലും ഐലാഷസ് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ ഈ പർപ്പിൾ കളർ ഒക്ടോബസിന് വേണ്ടിയിട്ട് ഒരു തൊപ്പിയോട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ട് അതിനൊന്ന് ഒരു സിലിണ്ടർ ഷേപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ തൊപ്പിയിലേക്ക് വെക്കാൻ ഒരു റിബൺ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് റെഡ് കളർ ക്ലേ വെച്ച് ഒന്ന് പരത്തി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നീളത്തിലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സിലിണ്ടർ ബ്ലാക്ക് കളർ സിലിണ്ടറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ മുമ്പേ ഇവിടെ ഒരു ബ്ലാക്ക് കളർ ക്ലേ വെച്ചൊരു റോള് ഉണ്ടാക്കി അതൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഒത്തേടോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ തൊപ്പി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആ പർപ്പിൾ കളർ ഒക്ടോബസിൻ്റെ മണ്ടയിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, അത് പശയൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെത്താൻ ഒട്ടിക്കോളും. അങ്ങനെ ഇവിടെ നമ്മുടെ 2 ഒക്ടോബസും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കാണും. അതിനെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.